രേണുസുതിക്ക് ക്യാൻസർ, അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമ്മൾ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു, സംഭവം ഉള്ളത് തന്നെയാ. പക്ഷെ അത് പബ്ലിക്കായിട്ട് രേണുസുതിനെ വന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൽബംസ്, ആഡ് ഷൂട്ട്, അങ്ങനത്തെ എക്സെട്ര പ്രോഗ്രാംസ് അവർക്ക് ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്യാൻസർ ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം എങ്ങനെ പബ്ലിക് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബേബി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അവരുടെ റിലേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ ചെക്കിങ്ങിനായിട്ട് രേണുസുതി വരികയാണ്. അതായത് രേണു ഇപ്പത്തെ സബ്സ്ക്രിപ്ഷനും പരിപാടിയൊക്കെ അറിയാലോ. അപ്പൊ ഒന്നും കൂടി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ബ്രസ്റ്റ് ഇംപ്ലാന്റ് പരിപാടിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയം തോന്നി ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളുടെ വോയിസ് ആണ് ഇപ്പൊ പബ്ലിക് ആയിരിക്കുന്നത്, ഷീ ഈസ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പൊ ആ വോയിസിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ നമുക്ക് നേരെ ആ വോയിസിലോട്ട് പോവാം. എന്താണ് കരിമലയില ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന കരിമല ഹോസ്പിറ്റലില്ലേ, മറ്റേ ഇത് പോയല്ലോ, കരിമല ഹോസ്പിറ്റലില്ലേ, കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചാലും ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാവരും അവൻ അറിഞ്ഞായിരുന്നു ദുബായിൽ വെച്ച് ഈ സംഭവം. അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ആ ചേച്ചി അവിടെ കൃത്യമായി പറയുന്ന ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യാൻസർ എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എന്തോ സാധാരണ തോന്നിയെന്ന് നമുക്കറിയാവുന്നതാണ്. അവർ എത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്ന് കരുതി രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ആളെ വലിച്ചു കയറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സ്റ്റേജ് 2 ഇപ്പോൾ രേണുസുതി ഇരിക്കുന്നത് ക്യാൻസറിന്റെ. അപ്പൊ ക്യാൻസറിനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 4 സ്റ്റേജാണ് ടോട്ടൽ ക്യാൻസറിനുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ്. നമുക്കത് അപ്പൊ അറിയുകയാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമായിരിക്കും. ചാൻസ് ഉണ്ട്, ഒരു 99% ചാൻസ് ഉണ്ട്. അപ്പൊ അറിയുകയാണെങ്കിൽ നമുക്ക് ആളെ തിരിച്ചു കിട്ടാൻ. പക്ഷെ ആ സ്റ്റേജ് മാറി 3rd സ്റ്റേജിക്ക് എത്തിക്കഴിഞ്ഞാൽ 50-50 ആണ്. കിട്ടാം, കിട്ടാതിരിക്കാം. 4th സ്റ്റേജിക്ക് എത്തിയാലോ ഒരിക്കലും കിട്ടില്ല. കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ മരിച്ചു പോകുമെന്നുള്ള ഒരു കണ്ടീഷനാണ് 4th സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ 4 സ്റ്റേജിൽ രേണു ഇപ്പൊ ഇരിക്കുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം കാട്ടിക്കൊടുക്കണമെങ്കിൽ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇംപ്ലാന്റ് ചെയ്യാൻ പോയത് ബ്രസ്റ്റ്. അപ്പൊ ആ കാരണം കൊണ്ട് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റി. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാരണം കൊണ്ട് അവർക്ക് അവരുടെ രോഗം തിരിച്ചറിയാൻ പറ്റിയല്ലോ. ഞാൻ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. അവർ ഇപ്പൊ എടുത്തിട്ട് ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ഐ ആം എ ഫൈറ്റർ, അത് സമയമാവുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കും. ഇങ്ങനൊരു കോട്ട് ഇപ്പൊ ഇടേണ്ട ആവശ്യമില്ല, അതും ഈ സ്റ്റേജിൽ തന്നെ. ഏകദേശം നമുക്കപ്പോ കാര്യം മനസ്സിലായി. അത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഒരു ലവ് ഇമോജി ആക്കി മാറ്റിയിട്ടുണ്ട്. അധികം ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് നഷ്ടമായേക്കാം, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഇപ്പൊ എടുത്തിട്ട സ്റ്റാറ്റസ് ആണ്, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതല്ല, സ്റ്റോറി ഇട്ട സംഭവമാണ്. ഇതൊരു ദൈവവചനമാണ്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാന്നുള്ളൂ. എന്നെക്കാട്ടി ബുദ്ധി ഉണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, രേണുസുതി അവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആട്ടത്തിന് ഇതുവരെ ഒരു കുറവും ഒരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല. സബ്സ്ക്രൈബേഴ്സിനെ ഉത്തേജിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീഡിയോ പ്ലേ ചെയ്യാം. മതി ഡാൻസ്. ഇതൊരു ഡാൻസ് അല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. അടുത്തത് ഒന്നും കണ്ടുനോക്ക്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നെ ഇഷ്ടമുള്ളവരൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമില്ലാത്ത എന്നെ ഇഷ്ടമുള്ളവരൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞ കേക്കട്ടെ. ആർക്കൊക്കെയാണ് ഇവിടെ എന്റെ വീഡിയോ കാണുന്നവർക്ക് രേണുസുധീനെ ഇഷ്ടം, ആർക്കൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. നമുക്കൊരു വോട്ടിംഗ് നോക്കാം.
ഞാൻ മുന്നേ രേണു ചേച്ചിയോട് പറഞ്ഞ കാര്യമാണ്, ഇനിയെങ്കിലും കുറച്ച് ഒതുങ്ങ്. ഇപ്പൊ അത്യാവശ്യമൊക്കെ പൈസ ആയല്ലോ സബ്സ്ക്രിപ്ഷന്, ഇനിയെങ്കിലും കുറച്ചുകൂടെ. എവിടെ ആര് കേൾക്കാൻ? അടുത്തത്, എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എന്റെ സബിലുള്ളവർക്ക്? ചിലർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എന്റെ സബ് ലീക്കാക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട്. ചേച്ചി ഇവിടെ എന്തെങ്ങനെ ഞെക്കി പിടിക്കണേ? എന്താ എനിക്ക് മനസ്സിലായില്ല. ഓ സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ജീവിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. എന്ത് പറഞ്ഞാലും ചെയ്യും, പറഞ്ഞില്ലെങ്കിലും ചെയ്യും. അടുത്തത്, സോ അവനിപ്പോ തന്നെ ഇത് ലൈവ് പോക്കറ്റ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ്, അവനൊക്കെ റീച്ച് മാത്രമാണ് അവന്റെ റീച്ച് മാത്രമാണ് ഗൈസ് എല്ലാവരുടെയും ലക്ഷ്യം. എന്റെയും ലക്ഷ്യം, എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ രേണു ചേച്ചിക്ക് റീച്ച് അല്ല കേട്ടോ ലക്ഷ്യം. പക്ഷെ റീച്ചിന് വേണ്ടി എന്തും കാണിക്കും, അതൊന്നും രേണു ചേച്ചിക്ക് കുഴപ്പമില്ല. നമ്മളൊക്കെ റീച്ചിന് വേണ്ടി കാണിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. എന്തൊക്കെ രോഗാവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ലൈവ് പോയതാട്ടോ, ഇതിനൊന്നും യാതൊരുവിധ കുറവുണ്ടാവില്ല. കുറച്ചേലും കുറയ്ക്ക് ചേച്ചിക്ക് അത്ര പറയാനുള്ളൂ. എത്രത്തോളം പറയുകയാണെങ്കിലും ഒരാൾക്ക് രോഗമാണെന്ന് പറയുമ്പോൾ തള്ളി പറയുന്ന ആൾക്കാരൊന്നും അല്ല നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അതൊക്കെ കണ്ടും കേട്ട് അറിഞ്ഞ് ഇനിയുള്ള ലൈഫിലെങ്കിലും ഒരു നല്ല ജീവിതം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ചേച്ചിക്ക് തന്നെ ഗുണമുള്ളൂ. കിച്ചുവിനോട് മീഡിയ വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേനെ പറ്റിയുള്ള അഭിപ്രായം, അതൊന്ന് കേൾക്കാം. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. അത്രക്കുണ്ട് മതിപ്പ്. പിന്നെയാണോ നാട്ടുകാരുടെ കാര്യം? ഇവന്റെ താഴെ ചെറുതും കൂടി ഉണ്ടല്ലോ, അതെങ്കിലും അങ്ങനെ പറയാതിരിക്കട്ടെ. കാരണം അങ്ങനെയാണ് കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നമ്മൾ കാട്ടുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഞാനിവിടെ ഇരുന്ന് വർത്താനം പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, നാളെ നമുക്ക് എന്തെങ്കിലും വന്നുകൂടാന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ആരോഗ്യനില മെച്ചപ്പെടുത്താൻ വേണ്ടി ഒന്നുകൂടി ശ്രമിക്കുക. ഇപ്പൊ അത്യാവശ്യം ലെവലിലൊക്കെ ബാങ്ക് ബാലൻസ് ആയിരുന്നുള്ളത് എനിക്കറിയാം. എങ്ങനെ പോയാലും സബ്സ്ക്രിപ്ഷൻ വഴി ഇപ്പോൾ 70 lakhs എബവ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സഹായിക്കാനും ഉണ്ടാവും. പൈസ ഉണ്ടാക്കുക എന്നുള്ള ലെവലിൽ ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കുക, ആരോഗ്യനില മെച്ചപ്പെടുത്തുക, അത്രേ പറയാനുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് ആണ്, അത് ചികിത്സിച്ച മാറാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.